ഒരു സുവിശേഷകനെ തല്ലുമ്പോൾ നിങ്ങൾ സുവിശേഷകനെ അല്ല, പിന്നെയോ ആരെ പറ്റി അവൻ പറഞ്ഞു? ദൈവത്തെ അത്ര നീ തല്ലുന്നത്. അതിന്റെ ശിക്ഷാവധി അവന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നീ എന്ത് ചെയ്യും പ്രിയപ്പെട്ടവരെ? അവിടുന്ന് പറയുന്നു, പുരുഷന്മാരെ നിങ്ങളുടെ നെകളിച്ച് കണ്ണുകളെന്ന് താഴും. ഈ സത്യദൈവത്തിന്റെ മുമ്പിൽ നീ ഒരു ദിവസം ഉയർത്തെഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവൻ ദൈവമല്ലെന്ന് പറയുവാൻ ഒരു നാവിനും കഴിയത്തില്ല. അതുകൊണ്ട് പുരുഷന്മാരെ നിങ്ങളുടെ നികളിച്ച് നിങ്ങളെ താഴ്ത്തിക്കൊള്ളുവൻ. നീ പുഴുവല്ലയോ? ഇന്നലെ ജനിച്ചവനില്ലയോ? നാളെ മരിച്ചു കൊണ്ടില്ലയോ? ഒരു ഞരമ്പ് തെറ്റിയാൽ മരണം വരെ കട്ടിൽ കിടക്കേണ്ടിയവനില്ലയോ? അത്രയ്ക്ക് നിസ്സാരനായിരിക്കുന്ന നീ എന്താണ് നെകളിക്കുന്നത്? ഞാനും നെകളിച്ചിട്ടുണ്ട്, അറിവില്ലായ്മയില്ല. എന്നാൽ ഇങ്ങനെ ഒരു സുവിശേഷം ഞാൻ കേട്ടിരുന്നില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഉന്നത ഭാവങ്ങളെ താഴ്ത്തി നെകള ഹൃദയങ്ങളെ വിട്ട് മതഭക്തിയും പാരമ്പര്യം പൗരത്വങ്ങളെ വിട്ട് നശിച്ചു പോകുന്ന ലോകത്തിന്റെ ഇമ്പത്തിനൊത്തവണ്ണം ജീവിക്കാതെ നിനക്ക് വേണ്ടി സ്വർഗം വിട്ട് ഇറങ്ങി വന്ന് കഷ്ടമേറ്റ് മരിച്ചുയർത്തെഴുന്നേറ്റ് രാജാവായിട്ട് മടങ്ങി വരുന്ന ഈ യേശുക്രിസ്തു വേണ്ടി നിന്റെ ജീവിതത്തെ സമർപ്പിച്ച് സ്നാനമേറ്റ ആത്മാവിനെ പ്രാപിച്ച് അങ്ങനെ സ്നാനമേറ്റവർ വിശുദ്ധിയോടെ കൂട്ടായ്മ ആചരിച്ച് അവരെ പറ്റി പറയുന്നു. അപ്പോൾ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും ഒപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും അങ്ങനെ ദൈവത്തിന്റെ വരവിന് വേണ്ടി ഭയത്തോടും വിറയലോടും കാത്തിരുന്നുകൊണ്ട് ഒരിക്കലും തീർന്നു പോകാത്ത സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി തീർന്നുകൊള്ളുവിൻ.